അതിരപ്പള്ളിയിലെ കാട്ടാനയ്ക്കായുള്ള ദൗത്യം തുടരുകയാണ്. കാലടി പ്ലാന്റേഷൻ മുനിത്തടത്ത് മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ആന കണ്ടതായി വിവരം ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വനംവകുപ്പ് സംഘം തെരച്ചിൽ നടത്തുകയാണ്. തടത്തെ മുളംകൂട്ടത്തിന്റെ സമീപത്ത് വെച്ചാണ് ആനയെ കണ്ടതെന്നുള്ള വിവരം പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ, എന്താണ് നിലവിലെ സാഹചര്യം? വിഷ്ണു, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് ഈ മസ്തകത്തിൽ മുറിവേറ്റ ആന കഴിഞ്ഞ ദിവസം കയറിപ്പോയ വനപ്രദേശത്ത് ഇന്ന് രാവിലെ, അതായത് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് ഒരു കൊമ്പന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അരുൺ സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘവും ആ ആനയെ നിരീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ആന ഈ മസ്തകത്തിന് മുറിവേറ്റ ആനയല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പ് വന്നിരിക്കുകയാണ്. അത് മറ്റൊരു കൊമ്പനാനയാണ്. എന്തായാലും ഈ വനംവകുപ്പിന്റെ ഒരു 3 ഇടങ്ങളിലായാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 50 അംഗ സംഘങ്ങളാണുള്ളത്. ഈ 50 അംഗ സംഘങ്ങൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് 5ഉം 8ഉം അടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് സെർച്ച് നടത്തുന്നത്. എന്തായാലും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു ഫോറസ്റ്റിലേക്ക് കടക്കുന്ന, പ്ലാന്റേഷൻ കോർപ്പറേഷനിലേക്ക് കടക്കുന്ന പ്രദേശത്താണ്. മാധ്യമങ്ങൾക്ക് അകത്തേക്ക് പ്രവേശനമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നെങ്കിലും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ആളുകളുടെ ഒരു സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ ആന താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിയന്ത്രിതമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അകത്തേക്കുള്ള ഒരു പ്രവേശനം. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിന്, അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ ഒരു പ്രദേശത്തിനകത്താണ് ആനയുള്ളത്. രാവിലെ ഏതാണ്ട് 7 മണിയോട് കൂടി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അരുൺ സെക്രട്ടറി നേതൃത്വത്തിലുള്ള സംഘവും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആനയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആന അതീവ അവശനിലയിലാണ്. 2 ആഴ്ചയിലധികമായി അത്തരത്തിൽ മസ്തകത്തിൽ മുറിവുമായി ആന നടക്കുന്നു. മണ്ണ് ഇടയ്ക്കിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഈ തുമ്പിക്കൈ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് ഈ മുറിവിലേക്ക് വാരിയിടുന്ന ഒരു കാഴ്ച. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആനയെ കണ്ടെത്തിക്കൊണ്ട് ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ഏതാണ്ട് ഉച്ച വരെ ആന ഒരു നിരീക്ഷണ വലയത്തിലുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത്തരത്തിൽ മയക്കുവെടി വെക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചപ്പോഴാണ് ആന ഈ ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞത്. പിന്നീട് ആനയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ ഏതാണ്ട് 6 മണി വരെ തിരച്ചിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ആനയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയും ഇത്തരത്തിലൊരു ആനയെ, കൊമ്പനാനയെ ആ പരിസരത്ത് നിന്ന് കണ്ടെത്തിയെങ്കിലും പക്ഷെ അത് മസ്തകത്തിൽ മുറിവേറ്റ ആനയല്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്തായാലും ഈ ദൗത്യ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. കൂടുതൽ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളുമായി കൊണ്ട് എനിക്ക് പിന്നിൽ കാണുന്ന ഈ വനമേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഒരു നല്ല വാർത്ത കേൾക്കാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിഷ്ണു, ശരി. ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.